അസ്സലാമു അലൈക്കും. ഇന്ന് റവി ഒരു മുട്ടയും കുറച്ച് തേങ്ങയുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 2 കപ്പ് റവയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതാ കപ്പിൽ അളന്നെടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കപ്പിൽ റവ അളന്നെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. കറിയൊന്നും വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ നല്ല കറിയുടെ ഒപ്പം കഴിക്കാനും വേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ കൂടി എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണ് പെരുംജീരകമാണ്, 1/2 ടേബിൾ സ്പൂണാണ്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി കൂടിയാണ് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ തേങ്ങ അങ്ങനെ എടുത്തതുകൊണ്ടാണ് ചതച്ചെടുത്തത്. നിങ്ങൾ ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അരക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലോണം പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണ്ട. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ റവയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടാണ് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി വെള്ളം നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ 1 കപ്പ് വെള്ളമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. വേറെ കൂടുതൽ വെള്ളം എടുക്കരുത്. 2 കപ്പ് റവക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ നമുക്ക് കറക്റ്റായിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. എല്ലാ ഭാഗത്തും ഈ വെള്ളം ആവോളം ഒന്ന് മിക്സാക്കി എടുക്കുക. നിങ്ങൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ മിക്സ് ആക്കിയതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കാൻ മറന്നു പോയിട്ട് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കുക. കാരണം വേഗത്തിൽ നമുക്കിതിൽ മിക്സായി കിട്ടാനാണ് ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കാൻ പറഞ്ഞത്. നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പിട്ടെടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അത് ഉപ്പ് അവിടെ ഇവിടെ കുറേ നേരം ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാ ഞാൻ മറന്നു പോയിട്ട് ഇപ്പോഴാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നല്ലോണം മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇത് നമ്മൾക്ക് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കൂടുതൽ നേരമൊന്നും വെക്കേണ്ട. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ഇവിടെ അടച്ച് വെച്ച് കൊടുക്കാം. ഈ റവ ഒന്ന് വെള്ളം കുടിച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മൾ റവയൊക്കെ വെള്ളം കുടിച്ച് നല്ല ഇതായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. അത് നമുക്ക് ഉരുളാക്കിയിട്ടും എടുക്കാം. അതേപോലെ നമ്മൾ നെയ്പ്പത്തലിന് പരത്തിയെടുക്കൂലേ, അതുപോലെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമ്മളൊരു ടിഫിൻ്റെ മൂടിയോ എന്തെങ്കിലും എടുത്തിട്ട്, ഒരു കുപ്പിയുടെ മൂടിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് പരത്തിയെടുക്കും ചെയ്യാം. പിന്നെ നമ്മൾ ഇത് എടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കയ്യിൽ വെള്ളം നനച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കുക കേട്ടോ. പിന്നെ ഞാനിത് ഉരുട്ടിയിട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരത്തിയെടുക്കുകയും ചെയ്യാം. നമ്മൾ മൂടി വേണമെന്നൊന്നുമില്ല. നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുത്താലും മതി. കണ്ടല്ലോ, ഇതുപോലെ പരത്തിയെടുത്താലും മതി കേട്ടോ. നമ്മൾ അത്യാവശ്യം തിക്ക് വേണം. എന്നാൽ അത്യാവശ്യം തിക്ക് കുറച്ചും ഉണ്ടാക്കിയെടുക്കുക. നല്ലോണം തിക്ക് പാടില്ല. ഇതുപോലെ ഒന്ന് നമുക്ക് ഇങ്ങനെ പരത്തിയെടുക്കുകയും ചെയ്യുക. കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല. ഞാനിത് ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ഇതുപോലെയല്ല, ഞാൻ ഉരുട്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കറിയൊക്കെ കൂട്ടി കഴിക്കുകയാണെന്ന് വെച്ചാൽ പരത്തി എടുത്തിട്ട് കഴിച്ചാൽ മതി. ഉരുളാക്കിയിട്ടും കറി കൂട്ടി കഴിക്കാം. പക്ഷേ ഒന്നും കൂടി നമുക്ക് എളുപ്പത്തിൽ കഴിക്കാൻ പരത്തിയെടുത്ത് കഴിക്കാം. അപ്പോൾ ഇതാ ഞാൻ കയ്യിൽ വെള്ളാക്കിയിട്ടാണ് കേട്ടോ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഉരുട്ടിയെടുക്കാം. ഇനി ഞാൻ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ ഒട്ടും എണ്ണ കുടിക്കൂല കേട്ടോ. നമ്മൾ ഒഴിച്ച് വെച്ച എണ്ണ അതേപോലെ ഇരിക്കും. നമുക്കിത് കഴിക്കുമ്പോഴും ഒട്ടും എണ്ണമഴ ഒന്നും ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് ആവിയിൽ വേവിച്ചെടുത്തിട്ട് ചിക്കൻ കറിയോ അല്ലെങ്കിൽ എന്ത് കറി വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. അപ്പം ഞാനിത് വെറുതെ കഴിക്കാനായതുകൊണ്ടാണ് എണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി കൂട്ടിയിട്ടും കഴിക്കാൻ പറ്റും. ഒട്ടും തന്നെ എണ്ണ കുടിക്കൂല കേട്ടോ. നമ്മൾ ഒഴിച്ച എണ്ണ അതേപോലെ ഉണ്ടാവും. കാരണം നമ്മൾ കറക്റ്റ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ മുട്ട നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും എണ്ണ കുടിക്കൂല. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പേടിയില്ലാണ്ട് ഉണ്ടാക്കിയെടുക്കുക. എണ്ണമഴക്കൊന്നും ഉണ്ടാവുകയില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊരു 6-7 എണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്.
ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ പുറം ഭാഗം മുരിഞ്ഞ് വരും ചെയ്യും, ഉൾഭാഗം വെന്ത് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. കൂടുതൽ നേരം ഇട്ട് എന്താണ് നല്ല മുരിപ്പിച്ചെടുക്കണ്ട. ഞാൻ ഈവനിങ് സ്നാക്സ് ഒക്കെ ആക്കുകയാണെന്ന് വെച്ചാൽ ഒന്ന് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കാം. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ, കറിയുടെ ഒക്കെ ഇപ്പോൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് നല്ലോണം നല്ല ഒന്ന് കളർ മാറി വരുവോളം ഒന്ന് വേവിച്ചെടുക്കാം. ഉള്ളൊക്കെ നല്ലോണം വെന്ത് വരണം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുട്ടികൾക്ക് എന്നും ഒരുപോലൊക്കെ നമുക്ക് റെസിപ്പി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മടുപ്പ് വരിക. എല്ലാവരും ദോശയും ചട്നി ഇഡ്ഡലി ചപ്പാത്തി അങ്ങനെയൊക്കെ ആയിരിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടാവുക. ചിലവർക്ക് ഇതൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. നമുക്ക് എന്നും ദോശയും ഇഡ്ഡലിയും ചപ്പാത്തിയും അങ്ങനെയുള്ളതൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഇതുപോലൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും. ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണെന്ന് വെച്ചാൽ അവർ നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റിയാണ്. അതേപോലെ നിങ്ങൾക്ക് ഇത് ഈവനിങ് സ്നാക്സ് ആക്കിയിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടല്ലോ, ചെറുതായി ഗോൾഡൻ ബ്രൗൺ ആയി വന്നപ്പോൾ ഞാനിത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നല്ലോണം ഒന്ന് ബ്രൗൺ ആക്കിയെടുത്ത് പുറം ഭാഗം നല്ല മുരിപ്പിച്ചെടുക്കണമെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്സ് ആക്കിയിട്ട് വെറുതെ കഴിക്കാൻ പറ്റും. ഇത് നമുക്ക് ചിക്കൻ കറിയുടെ ഒപ്പമോ എന്ത് കറിയുടെ ഒപ്പവും കഴിക്കാൻ പറ്റും, വെറുതെയും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അടുത്തതും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, ഒരിക്കൽ ഇട്ട് കൊടുത്തത് മൊത്തത്തിൽ നമ്മൾ എടുത്തിട്ടും അതേ എണ്ണ തന്നെ നമ്മളെ കയ്യിലുണ്ട്. നമ്മളിത് ഫുള്ള് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിലും എണ്ണയ്ക്ക് ഒരു കുറവും വരില്ല കേട്ടോ. അതാണ് ഇതിന് പ്രത്യേകത. നമ്മൾ എണ്ണയിൽ പോയി വറുത്തെടുത്തതാണെന്ന് വെച്ച് ഒരു പേടിയും കൂടാണ്ട് കഴിക്കാം. കാരണം നമുക്ക് ഇത് ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളിതിലും 6-7 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും അതേപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ, നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റിയാണ്. പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. അതേപോലെ നമ്മൾ തേങ്ങയും മുട്ടയും ഒക്കെ ചേർത്ത് ജീരകവും ഉള്ളിയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയോണ്ട് ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഇതുപോലത്തെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതാ അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾ ആവിയിൽ വേവിച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിത് ആവിയിൽ വേവിച്ച് കഴിച്ചെന്ന് വെച്ചിട്ട് അല്ല, നമ്മൾ എണ്ണയിൽ മൊരിച്ചിട്ടാണ് എടുത്തതെന്ന് വെച്ചിട്ട് ഒട്ടും പേടിക്കേണ്ട. ഒട്ടും എണ്ണ കുടിക്കൂല. കണ്ടല്ലോ, ഒട്ടും തന്നെ ഇതിൽ എണ്ണ ഇല്ല. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.